ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും ഒരേപോലെ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സെലിബ്രിറ്റീസിന്റെ, പ്രത്യേകിച്ച് സിനിമ സീരിയൽ നടിമാരുടെ വിദേശ യാത്രകൾ. ഉദ്ഘാടനത്തിന് എന്ന പേരിൽ ഇവരിൽ പലരും അടിക്കടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് മറ്റ് പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. പലരെക്കുറിച്ചും വന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലരെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാവണം. ഉദ്ഘാടനത്തിന് എന്ന പേരിൽ കേരളത്തിൽ നിന്ന് സിനിമ സീരിയൽ താരങ്ങളായിട്ടുള്ള നടിമാർ പലപ്പോഴും പോകുന്നത് മറ്റു പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് സ്വർണം കടത്താൻ വേണ്ടിയിട്ടും ഡ്രഗ്സ് കടത്താൻ വേണ്ടിയിട്ടും സ്വന്തം ശരീരം തന്നെ വിൽപ്പനച്ചരക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടുമാണ് ഇവരിൽ പലരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ഉടൻ തന്നെ പല താരങ്ങളും പെട്ടെന്ന് തന്നെ സമ്പന്നരായി മാറാറുണ്ട്. അവർ ലക്ഷറി കാറുകളിൽ യാത്ര ചെയ്യുന്നതെല്ലാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന പല താരങ്ങളും ഇതിനോടകം തന്നെ ഒന്നോ അതിലധികം തവണയോ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇവരാരും സ്വന്തം ശരീരം വിൽക്കാൻ പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മറ്റെന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. മേ ബി സ്വർണ്ണക്കടത്താവാം, അല്ലെങ്കിൽ ഹവാല ഇടപാടുകളാവാം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്താണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറാവണം. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഡയറക്ടറായിട്ടുള്ള ശാന്തിവിള ദിനേശ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഒരു കാര്യം പറഞ്ഞു. ഒരു നടിയുടെ റേറ്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരത്തിന്റെ ഒരു രാത്രിക്കുള്ള റേറ്റ് 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപ നൽകി അവരെ ഒരു രാത്രി ഉപയോഗിച്ച ഒരു കൊല്ലംകാരൻ ശാന്തിവിള ദിനേശിനോട് വ്യക്തമായിട്ട് അവരുടെ പേരും ഡീറ്റെയിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്നെ വിളിച്ച ഈ കൊല്ലത്തുകാരൻ, കൊല്ലം ജില്ലക്കാരൻ വലിയ ബിസിനസ്സുകാരനാണ്. 40 വർഷമായിട്ട് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ക്യാഷൊന്നും ഒരു പ്രശ്നമേ അല്ല, സംസാരത്തിൽ നിന്നറിയാം. അപ്പോൾ പുള്ളി പറയുന്നത്, ഗൾഫിൽ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നാട്ടിൽ നിന്ന് വരുന്ന സീരിയൽ നടികളായാലും സിനിമാ നടികളായാലും ഇവിടെ വന്ന് ദിനേശയോ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു 15 ദിവസം താമസിച്ച് ഒരു 30 കസ്റ്റമേഴ്സിനെ സഹകരിച്ച്, പകലൊരാൾ രാത്രി ഒരാൾ സഹകരിച്ച് കാശ് മാച്ച് പൊടി തട്ടിയങ്ങ് പോകും. പിന്നെയും ആവശ്യമുള്ളപ്പോൾ ഇവൻ ഈ ഏജൻറ്റ് വിളിക്കും, അടുത്ത ഉദ്ഘാടനത്തിന് വരും, ഒരു 15 ദിവസം താമസിച്ച് അവളൊരു 10-30 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടങ്ങ് പോകും. ഞാനിങ്ങനെ അതിശയത്തോടെ കേട്ടോണ്ടിരിക്കുന്നത് ഏത് ലോകമെന്ന്. ഇപ്പോൾ പുള്ളി പറഞ്ഞു, ദിനേശ് വർത്തമാനകാല മലയാള സിനിമയിൽ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പേര് പറഞ്ഞു. എന്നിട്ട് എന്നെ പറഞ്ഞു, ദിനേശ് ഒരു രാത്രിക്ക് 5 ലക്ഷം രൂപയാണ് അവർ വാങ്ങണത്. അപ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അവർ ചതിക്കുകയൊന്നുമില്ല. 3-ാമത്തെ ദിവസം അവരിവിടെ വരും, ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകും. 5 ലക്ഷം രൂപയാണ് ഒരു രാത്രി ഉറങ്ങുന്നതിന്. സോ ഈ ഒരു വിഷയമാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഒരു കൊല്ലംകാരൻ ഈ അടുത്ത് തന്നെ കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം ഇതിന് വ്യക്തമായിട്ടുള്ള എവിഡൻസ്, അതായത് ഈ നടിമാരുടെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ സഹിതം ഇദ്ദേഹത്തിനെ കാണിക്കാമെന്ന് പറഞ്ഞതായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിലേക്ക് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. ഇതിനകത്ത് അമ്മ പോലെയുള്ള താര സംഘടനകൾ കൃത്യമായിട്ട് ഇടപെട്ട് ഈ ഒരു വിഷയത്തിനകത്ത് ക്ലാരിറ്റി വരുത്തണം. കാരണം മറ്റൊന്നുമല്ല, മലയാള സിനിമ ഒരു സ്വപ്നമായി കാണുന്ന ധാരാളം യുവാക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ എല്ലാം പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.